ഈ നോട്ട് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് മാത്രം നമ്മുടെ പഠിത്തം കഴിഞ്ഞോ? ഇല്ല. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം, മോഡൽ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം. ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ഈ ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ടോപ്പിക്കുമായിട്ട് നന്നായിട്ട് യൂസ്ഡ് ആവും. അപ്പം നിങ്ങൾക്ക് വിട്ടുപോയിട്ടുള്ള പോയിന്റ്സുകൾ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് നിങ്ങൾ ടൈം മാനേജ്മെന്റ് സ്കില്ല് പഠിക്കും. അതായത് എക്സാം ഹോളിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഏത് ടോപ്പിക്കിലെ ആണ് എന്ന് നിങ്ങൾക്ക് സ്പോട്ട് ഔട്ട് ചെയ്യാനും പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് എഴുതാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമതായിട്ട് പരീക്ഷാ പേടി. അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷനാണ്, എങ്ങനെ ഇത് ചെയ്യും, എവിടുന്ന് തുടങ്ങും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും, പക്ഷെ അത് പേപ്പറിലോട്ട് എഴുതി വെക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു പ്രശ്നത്തിനും ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആവും.